സൗത്ത് കേരള മഹാ ഇടവകയിലെ ഒരു അച്ഛനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സുധീറിനെയും ജാസ്മിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. അവരോടൊപ്പം സ്വദേശികളായ 2 കുടുംബങ്ങളെയും അറസ്റ്റ് ചെയ്തു. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് അറിയുന്നതിനിടയായത്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന് നേരെ എതിരായ ഒരു കാര്യമാണ്. അവിടെ മതപരിവർത്തനമല്ല നടക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി നാഗ്പൂരിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 12 വർഷമായി അവർ ചെയ്യുന്നത് കുഗ്രാമങ്ങളിൽ ഉള്ള ആളുകൾക്ക്, വിദ്യാഭ്യാസം ഇല്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ആളുകളുണ്ട്, വയോജനങ്ങളായവർ, അവർക്ക് ലിറ്ററസി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നഴ്സറി സ്കൂളുകൾ അവിടെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഗ്രാമങ്ങളിൽ അവരൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ആളുകളെ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു വലിയ പ്രക്രിയ. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പോയാൽ ക്രൈസ്തവ മിഷണറിമാരുടെ ഈ പ്രവർത്തനങ്ങൾ വളരെയധികമായി നടന്നു എന്നതിൻ്റെ തെളിവാണ് അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള വളർച്ചകൾ. ഗവൺമെൻറ് എല്ലാ മേഖലയിലും ചെന്നെത്താൻ സാധിക്കാത്ത ധാരാളം മേഖലകളിലാണ് ക്രൈസ്തവ മിഷണറിമാർ ഇപ്രകാരം പോയി പ്രവർത്തിച്ചിട്ടുള്ളത്, ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അകാരണമായാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നുള്ള യാതൊരു സംശയവുമില്ല. ആ സ്ഥലത്ത് സുധീറിനെ അവിടെ വിളിച്ചു വരുത്തി ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ചേർന്നുള്ള ഒരു ആരാധനയാണ് ക്രമീകരിച്ചിരുന്നത്. ആ ആരാധനയ്ക്ക് പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് മതപരിവർത്തനം ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് CSI ബിഷപ്സ് കൗൺസിൽ ശക്തമായി അപലപിക്കുന്നു. ഗവൺമെൻറ് ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് ബിഷപ്സ് കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബഹുമാനമുള്ള ഉപരാഷ്ട്രപതി മിനിഞ്ഞാന്ന് ലോക് ഭവനിൽ സഭാ മേലധ്യക്ഷന്മാരെ വിളിച്ചിരുന്നു. CSI സഭയുടെ ബിഷപ്സ് കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനും അതിൽ പോയി പങ്കെടുത്തിരുന്നു. ആ സമയത്ത് വൈസ് പ്രസിഡൻറ്റിനോട് ഞങ്ങൾ പറഞ്ഞ പ്രധാനമായ ആവശ്യങ്ങളൊന്നിതായിരുന്നു: ക്രൈസ്തവ സമൂഹത്തെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. ആക്രമണം നടക്കുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം അഥവാ ഗവൺമെൻറ് നിശബ്ദത പാലിക്കുമ്പോൾ അവർക്ക്, ഈ അക്രമം ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഒരു പോസിറ്റീവ് മെസ്സേജാണ് നൽകുന്നത്. അതുകൊണ്ട് നിർബന്ധമായും ഇക്കാര്യങ്ങളിൽ ഗവൺമെൻറ് പ്രതികരിക്കണം, ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി അതിനോട് പ്രതികരിക്കണം എന്ന് കൂടിയ മതമേലധ്യക്ഷന്മാരുടെ മീറ്റിങ്ങിൽ വെച്ച് ആവശ്യപ്പെട്ടതുമാണ്. അതിൻ്റെ അടുത്ത ദിവസമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വേദനാജനകമായ